പിന്നെ ഈ ഗൾഫിൽ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റേജിൽ കയറിയതും അതൊക്കെ ഒന്ന് പറഞ്ഞേ. അവിടെ ഏതാണ്ട് ഒരു സായിപ്പിനെ പിടിച്ച് വഴക്ക് പറഞ്ഞല്ലേ? എംബസി വെച്ച് അത് ഞാൻ അമേരിക്കയിൽ പോകാനായിട്ട് ഇൻ്റർവ്യൂവിന് ചെന്ന്. അപ്പോൾ ഞങ്ങളെ വിളിച്ച സ്പോൺസർമാർ ഞങ്ങളെ തലേന്ന് മദ്രാസിൽ വിളിച്ചിട്ട് ഞാൻ ക്ലാസ്സൊക്കെ തന്നു. ഞാനുണ്ട് സുഭാഷ് എന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, മരിച്ചു പോയി, നീ ഇടയ്ക്കാണ് മരിച്ചത്. അവനും ഞാനും ഉണ്ട്, പിന്നെ ഉല്ലാസുണ്ട്, ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് തന്നു. അവിടെ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടിൻ്റെ പേര്, താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്, പ്രോഗ്രാം ചെയ്യുന്നത്, ഓഡിറ്റോറിയത്തിൻ്റെ പേര്, അതെല്ലാം പിന്നെ മൊത്തം ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെ വിട്ട്. ഒരു കാര്യം മാത്രം അവർ ഓർത്തില്ല, ഞങ്ങൾ ഓർത്തില്ല, ആരും ഓർത്തില്ല. വാർഷിക വരുമാനം ചോദിക്കും അവിടെ. അത് ഓർത്തില്ല, ആരെങ്കിലും പോയി ശ്രദ്ധിച്ചാൽ വാർഷിക വരുമാനം ചോദിക്കും. ഞാനിങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൽ നിന്നത് വില്യം എന്ന് പറയുന്നത്, ഗീറ്റാർ വായിക്കുന്നത്, നല്ല ക്രില്ലായിട്ട് വായിക്കുന്നത് അവനെ. അപ്പോൾ അവൻ ഫ്രണ്ടിലൂടെ ചെന്ന്, അപ്പോൾ ഞാൻ തൊട്ട് ബാക്കിലിരിക്കുക. അപ്പോൾ ഇത്ര അകലമുണ്ട്. അവനവിടെ ചെന്നിട്ട് സംസാരിക്കാൻ എനിക്ക് കേൾക്കാം. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് എന്താ നമ്മൾ ടെൻഷനാണല്ലോ, അവിടെ മിണ്ടാനൊക്കത്തില്ലല്ലോ, പോയിട്ടില്ലേ അവിടെ. അപ്പം മിണ്ടാനൊക്കത്തില്ല. നമ്മൾ ആവശ്യമില്ലാത്തൊരു നോട്ടം ഇങ്ങനെ നോക്കിയാൽ നമ്മൾ റിജക്റ്റ് ചെയ്തു, നമ്മുടെ വിസ അത്രയ്ക്ക് നോക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് അവനെന്തോ പറയുന്നത്, ഇങ്ങനെ ഇപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു വാർഷിക വരുമാനം എത്രയാണ്. അപ്പോൾ അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ. അപ്പം ഞാൻ 5 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം അവനുണ്ടോ? ഞാനിങ്ങനെ ചിന്തിച്ചേ. അപ്പോൾ ഇതിലെന്തെങ്കിലും കാണുന്ന എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച്, അവസരപ്പാവ് എന്ന ബുദ്ധിയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നമുക്കെല്ലാത്തിനും കൂട്ടി അവസരപ്പാവാം. പിന്നെ ഞാനത് അങ്ങനെ വിചാരിച്ചിട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പേര്, അങ്ങനെ സംഭവം ചോദിച്ചു, എന്തിനു പോകുന്നത്? ഞാൻ പറഞ്ഞു കോമഡി. അറിയത്തില്ല, കോമഡി. വളരെ മര്യാദ നിൽക്കുക, മിണ്ടാക്കത്തില്ലല്ലോ. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞ ഒരാളുണ്ടല്ലോ, വാർഷിക വരുമാനം ചോദിച്ചു. ഞാൻ പെട്ടെന്ന് 4 ലക്ഷം രൂപ കയറ്റം കൂടെ അടിച്ച്. അവനത് കേട്ടല്ലേ, അതുകൊണ്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം. ഓക്കെ, എന്തിനാ പോകുന്നത്? കോമഡി. എന്തിനാ ചോദിക്കുന്നത്? കോമഡിയിൽ എന്തോ ചെയ്യുന്നത്? നമ്മൾ സ്കിറ്റിൽ എന്തോ ചെയ്യുന്നത്? കള്ളുകൂടിയുണ്ട്, കാണിക്കാൻ പറഞ്ഞു. ഞാൻ സായിപ്പിനെ ഒന്ന് കേട്ടു. ഒരു ആദ്യം തന്നെ എല്ലാവരും കേട്ടോ, എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ നോക്കുക. അവിടെ എത്ര ഒച്ചത്തിന് സംസാരിക്കത്തില്ലല്ലോ. ഞാൻ എന്തുവാണ് ഇത്രയും പറയാൻ? എന്തുവാ ഞങ്ങൾക്ക് മനുഷ്യൻ്റെ വിട്ടാൽ മതിയുള്ളൂ, അല്ല പിന്നെ എന്തുവാ ഞാൻ ഇയാളെ കാല് പിടിക്കാൻ പറ്റുന്നു, പിന്നെ ഒന്നാക്കുന്നു, ഞാൻ കാല് എന്നെ ഞങ്ങൾ പെട്ടെന്ന് അടിച്ചെണ്ണാൽ മതിയുള്ളൂ. ഇംഗ്ലീഷിൻ്റെ ഒരൊറ്റ വാക്കുപോലും ചേർത്തില്ല, എല്ലാം മലയാളത്തിൽ തന്നെ കാച്ചി കൊടുത്ത്. അത്രയും മുഖത്ത് നോക്കിയാൽ പറഞ്ഞപ്പോഴും സായിപ്പ് അടിച്ചമ്മ വിസ അടിച്ചമ്മടായി തന്നെ. മലയാളികൾ എവിടെ എനിക്ക് എവിടെ പറയാം, ലോക മലയാളികളിൽ ഞാൻ മാത്രമേ ഉള്ളൂ സായിപ്പിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സൗകര്യോടെ തന്നാൽ മതി വിസ മേടിച്ചത്. അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല. ശരിയല്ലേ? എന്നിട്ട് ഈ പിന്നെ എൻ്റെ കുറേ ബാക്കി എനിക്ക് എൻ്റെ കൂട്ടുകാരൻ സുഭാഷ് മരിച്ചു പോയി. അവന് ഈ സംഭവം ഒന്നും അറിയുന്നില്ല, ഈ ഭാഷ ഒരു മനസ്സിലായിട്ടൊന്നും അറിയുന്നില്ല. എവനിങ്ങനെ നോക്കുമ്പോൾ സാഹിപ്പിനെ വഴക്ക് പറയുന്നത് അതൊക്കെ കേട്ട് അവന് ഇങ്ങനെ അവന് മനസ്സിലായി അഭിനയിക്ക് വന്നത്. അപ്പോൾ ഇവൻ ശുദ്ധനാണ്, അവനൊന്നും അറിയത്തില്ലല്ലോ. ഇവൻ ചെന്ന് നിന്ന് സാഹിപ്പിൻ്റെ അടുത്ത് നിന്ന് സാഹിപ്പ് ചോദിച്ച് വാർഷിക വരുമാനം എത്രയാണ്? അവൻ പറഞ്ഞ് 2500 രൂപ. 2500 രൂപ. അപ്പോൾ അല്ല മലയാളി, അപ്പോൾ ഹലോ സാഹിപ്പിനെ മാസവരുമാനമല്ല വാർഷിക വരുമാനമാണ് ചോദിക്കുന്നത്. 2500 രൂപ. 2500 രൂപ. അപ്പോൾ തറതട്ടിരിക്കും 2500 രൂപ എന്ന് പറഞ്ഞു. ഓ ശരി, പിന്നെ രക്ഷയില്ലല്ലോ. മറ്റേ 70 ശ്രമിച്ച് അവനെ കുടിച്ചിട്ട് കയറ്റിച്ച് പറയിക്കാൻ മാസവരുമാനമല്ല അങ്ങനെ കുറേ പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ പറയുന്നില്ല. അവസാനം റിജക്റ്റ് അടിച്ചവന്, ഇവന് മാത്രം. ബാക്കി ഞങ്ങൾക്ക് എല്ലാം അടിച്ച്. അപ്പം നമുക്ക് സങ്കടമില്ലേ? നമ്മൾ ആ സങ്കടത്തോടെ ഇവനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ ഡയലോഗ് കേട്ടണം. സങ്കടത്തോടെ ഞങ്ങൾ സുഭാഷേ എന്തളിയാ ഇങ്ങനെ എന്തളിയാ കഷ്ടമായി പോലെ നിനക്ക് മാത്രമേ അടിച്ചില്ല. നീ എന്താണ് ഇച്ചിരി വാർഷിക വരുമാനം ഇച്ചിരി കൂട്ടി പറയുന്നത്? ഞങ്ങളെല്ലാം കൂടി പറഞ്ഞാൽ നമ്മളെല്ലാം ഉള്ളതിൽ കൂട്ടിയല്ലേ പറഞ്ഞത്, അങ്ങനെ പറയാനില്ല നീ. അയാളിയാ അതെ
ചിരിച്ചോടെ പറയത്തില്ല, അത് സങ്കടമൊന്നുമില്ലല്ലേ. അതെ അതെ, ഈ നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾ വാർഷിക വരുമാനം താത്ത് പറയുമ്പോൾ ആനുകൂല്യം കിട്ടുമല്ലോ. ആനുകൂല്യം കൂടുതൽ കിട്ടുമല്ലോ. ഞാൻ അതാ ഞാൻ താത്ത ഞാൻ വിചാരിച്ചു അവരെന്നെ കൊണ്ട് പിന്നെ കള്ളം പറയിപ്പിക്കാനായിട്ട്, അതാ കൂട്ടി സത്യം പറയിപ്പിക്കാനായിട്ട് കൂട്ടി പറയുമ്പോഴേ അങ്ങനെ ശ്രമിച്ചെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ നിന്നു. 2000 കുറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് നിന്നതിനാണ് എനിക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവന് മാത്രം കിട്ടും. സങ്കടമൊന്നുമില്ല, അവൻ ചിരിച്ചോണ്ടിരിക്കത്തുള്ളൂ, എന്ത് പറഞ്ഞാലും ചിരിക്കത്തേ ഉള്ളൂ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സംഭവം പറയാം. ഞാൻ ഈ പടം വരയ്ക്കുന്നുണ്ട്, എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിങ് കേട്ടോ. ഹാൻഡ് റൈറ്റിങ് നല്ല അടിപൊളിയായിട്ട് എഴുതുന്നില്ല. മലയാളമായാലും എഴുത്തും വരപ്പൊക്കെ ഉണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ബാക്കിലെ ബെഞ്ചിൽ അങ്ങ് അറ്റോ, ഞാൻ മൂലയില്ല ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു സാറുണ്ടായിരുന്നു, വെങ്ങാരക്കുറുപ്പ് എന്ന സാറിൻ്റെ പേര്. പുള്ളി വരും, പുള്ളി ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഒരു ശല്യവും ചെയ്യരുത്, ബാക്കി എത്ര ബഹളം വെച്ചാലും അങ്ങാർക്ക് പ്രശ്നമില്ല. ഞങ്ങളെ ശ്രദ്ധിക്കത്തതേ ഇല്ല. ഞങ്ങളെ ബാക്ക് ബെഞ്ച് 2 ബെഞ്ച് ശ്രദ്ധിക്കത്തതേ ഇല്ല. എന്ത് അവിടെ ചുമ്മാ ഇരുന്നിട്ട് ശല്യം ചെയ്യും, ഉറക്കെ സംസാരിക്കുക, അത് മാത്രമേ ഉള്ളൂ. പുള്ളി ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോണിറ്റർ ലീഡർ അങ്ങനെ കുറേ പിള്ളേരുണ്ട്, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങളെ ആ ഭാഗത്തോടെ അങ്ങനെ നോക്കത്തില്ല, എന്നിട്ട് ഇതേപോലെ. എന്നിട്ട് പെൺപിള്ളേരെ കൊണ്ടൊരു 4-5 ഇങ്ങനെ 2 ലൈനിലെ ബന്ധം അവരെയും പഠിപ്പിക്കും, ചോദിക്കും. വരുമ്പോഴേ അവരോട് ചോദ്യം ചോദിക്കും തലേദിവസത്തെ. എന്നിട്ട് പുള്ളി അവരെ പഠിപ്പിക്കും, ബോർഡിൽ എഴുതിയിട്ടും പഠിപ്പിക്കും. എന്ത് ചെയ്യും, ശല്യം ഉണ്ടാക്കാത്ത മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പുള്ളി വന്നപ്പം ഞങ്ങൾ 2 ബെഞ്ച് ഭയങ്കര ബഹളം. അത് സഹിച്ചില്ല. അങ്ങനെ ബോർഡിൽ എഴുതി ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടിരുന്നത്, അത് എഴുതാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ബഹളം. അന്നേരം ദേഷിച്ച് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിരുന്ന ബെഞ്ചിൽ എല്ലാവരും ബുക്ക് ആരും എഴുതിയിട്ടില്ല, ഞങ്ങൾ എഴുതില്ലല്ലോ. അടില്ല അടിക്കോ, അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ആ ബെഞ്ച് മൊത്തം അടിച്ച്. ഇപ്പോഴത്തെ ബെഞ്ച് അങ്ങോട്ട് വന്നാൽ ഞാൻ ഇരിക്കുന്നത്, എന്നെ ഇവിടെ അടിക്കുക. ഇവിടുന്ന് എൻ്റെ ബെഞ്ചിൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ അടുത്ത് കുട്ടീനെ വിളിക്കത്തില്ല, എടാ പോണെന്നും വിളിക്കത്തില്ല. അങ്ങനെ കുട്ടീനെ വിളിക്കും, കുട്ടി എഴുതിയ കുട്ടിയെന്ന് ഞാൻ പറഞ്ഞു എഴുതിയെന്ന് കാണിക്കാൻ പറഞ്ഞു. ബുക്ക് എടുത്ത് കാണിച്ചു. അങ്ങനെ ഇങ്ങനെ നോക്കി എന്നെ നോക്കും. മോണിറ്ററിനേക്കാൾ കിടിലം ഹാൻഡ് റൈറ്റിങ് അടിപൊളിയായിട്ട് എഴുതി വെച്ചേക്കുന്നത് ഞാൻ. കിടിലായിട്ട് എഴുതിയേക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ നോക്കും. കുട്ടി എന്താ ഇവിടെ എന്നോട് ചോദിക്കുക. ഞാൻ അന്നേരത്തെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞത് സാറേ അത് നീളക്കൂടുതലായതുകൊണ്ട് തന്നെ ബാക്കിൽ വേണ്ട, ഇനി 2ാമത്തെ ബെഞ്ചിൽ, അതായത് എൻ്റെ ഫ്രണ്ടിലെ ബെഞ്ചിൽ ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പീരീഡ് അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു ശരി സാറേ. എന്നിട്ട് എൻ്റെ കഷ്ടകാലം നോക്കണം, അന്ന് പോലും ഞാൻ പിന്നെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പീരീഡ് അവിടെ വന്നിരിക്കും. അപ്പം അങ്ങനെ ഒരു താളമുണ്ട്. ഈ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ എൻ്റെ ഫ്രണ്ടിലെ ബെഞ്ചും ആ 2 ബെഞ്ചിനടുത്ത് നോക്കി കഴിഞ്ഞിട്ട് പെൺപിള്ളേരുടെ അടുത്തോടെ ചോദിച്ചിട്ട് പിന്നെ എന്നോടുകൂടായി. എൻ്റെ കഷ്ടകാലത്തിന് ഇതിൽ എൻ്റെ അങ്ങനെ ചോദിച്ചു എവിടെ വീട് എവിടെ? ഞാൻ പറഞ്ഞു പള്ളിച്ചന്ത്. പള്ളിച്ചന്തല്ലേ? ഞാൻ പറഞ്ഞു അലക്സാണ്ടറിൻ്റെ അനിയനാണ്. ഞങ്ങളെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായതാണ് 10ാം ക്ലാസ്സിൽ. അധ്യാപകൻ തന്നെ മരിച്ചു പോയിരുന്ന പുള്ളി. അലക്സിൻ്റെ അനിയാണോ? ഞാൻ പറഞ്ഞു അതെ. കാരണം നിരാശയായി പോയി, ഇത്രയും നാൾ ഈ കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന്. ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ചെളിയിലായി കിടന്ന കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ, അകപ്പെട്ട് കിടന്ന ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ആ ദുഃഖമാണ്, നിരാശ, അങ്ങനെ ഭയങ്കര ദുഃഖം. അങ്ങനെ അന്ന് മുതൽ പിന്നെ എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചു എന്നോട് ലാസ്റ്റ് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അമ്മമാർക്കൊക്കെ എന്നെ പേടിയാണ്, ഞാൻ ഇങ്ങനെ കുത്തുമാരും കുത്തിയിട്ട് പറയും. അപ്പോൾ അമ്മമാർ പറഞ്ഞു ബിൽഡിംഗ് വാക്ഷൻ ഇതാ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ ബിൽഡിംഗ് വാക്ഷൻ ഇങ്ങനെ ഒരുമാതിരി ചെവിത്താണ് പാക്കും. ഞാൻ എന്നിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇരിക്കും. എഴുന്നേറ്റ് ഇന്ന് കാണിച്ചിങ്ങനെ ശരിയാകത്തുള്ളൂ. സാറ് വരുന്നു പറയും കുട്ടി വില്ലേൻ്റെ ആക്ഷന് ദി ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ബാക്കി അങ്ങനെ ബാക്കി കൂട്ടി എന്നെ സഹായിക്കുക, എന്നെ ബാക്കി ഇങ്ങനെ സഹായിച്ചു തരും. അങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അപ്പം നമ്മൾ കുറച്ച് പറഞ്ഞാൽ മതി, ബാക്കി അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ആ സാറ് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാനും ഇങ്ങനെ ഒരു കണ്ണി പൊടിയിട്ട് ഇങ്ങനെ പോയി. എനിക്കത് ഒരു തൊപ്പി അറിയത്തില്ല, അതല്ലേ സത്യം. ഞാനിങ്ങനെ പോയി എൻ്റെ ദൈവമേ ലാസ്റ്റ് എന്തിനേറെ പറയണം. ഒരു ദിവസം പുസ്തകം വായിച്ചിട്ട്, പുസ്തകത്തിൽ ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വായിച്ചിട്ട് മേളിൽ നിന്ന് കണ്ണുക എന്നുണ്ട്. അപ്പോൾ അടത്തിൽ നിന്ന് ഉത്തരം നമ്മൾ പറയണം. അത് ഗ്രാമറൊക്കെ ചേർക്കണം, ഈസും മാസും ഒക്കെ ചേർക്കണ്ടേ. എനിക്ക് കണ്ടറിയാവും. ഞാൻ യൗമാരോട് എത്ര ഇല്ല, അവിടെ ചോദിച്ചു ലാസ്റ്റ് എന്നോട് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ചോദിച്ച സമയം പോലെ അവനെ കുത്തി അഞ്ചോളാം യവൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു തരത്തിൽ എനിക്ക് കയറുന്നില്ല, ഈ ഗ്രാമർ ചേർത്ത് പറയാൻ കിട്ടുന്നില്ല. ഞാനങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഇന്ന് പോക്കാന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിന്നപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കുട്ടി എഴുതാം ഇന്ന് പിടിപെട്ടിരുന്നിട്ട് കഴിഞ്ഞിട്ട് വായിക്കും.
എടുത്ത് വെച്ച് ഞങ്ങൾ ചേട്ടൻ കുറേ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ ഉത്തരം വായിക്കും ഞാൻ പുസ്തകത്തിന് വായിക്കോട്ടെ. ഇങ്ങനെ നിൽക്കുക, വായിക്കോട്ടെ. അറിയത്തില്ല, മുഖത്തൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. ആ ഒരൊറ്റ അറിയത്തില്ലേൽ അങ്ങാർക്ക് മനസ്സിലായി എൻ്റെ മൊത്തം. ആ ഒരൊറ്റ പറച്ചില്ല അങ്ങാർക്ക് മൊത്തം കാര്യങ്ങളും പിടിയിടുന്നത്. അന്നേരം പുള്ളി എന്നെ ഇങ്ങനെ നോക്കിട്ടു ഇരുന്നു ഞാനങ്ങ് ഇരുന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് നീ പഠിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഞാനൊന്നും മിണ്ടാ 5 മിനിറ്റ് മിണ്ടാതിരുന്നാ മതി.